ഓം ശ്രീ സായിരാം. എല്ലാമായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. പലപ്പോഴും പല സമയത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാം. പല രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ നമ്മുടെ വഴിയിലുണ്ടാകാം. ഈ സമയത്തെല്ലാം നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രശാന്തി നിലയത്തിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നൊരു കാലത്ത് ആകെ ഒരു 10-30 കൊച്ചു വീടുകൾ മാത്രമേ പ്രശാന്തി നിലയത്തിൻ്റെ അകത്തുള്ളൂ. അന്ന് സ്വാമി കാലത്ത് ഭജനയെല്ലാം കഴിഞ്ഞാൽ 11 മണിക്കൊക്കെ ഭജന കഴിയാം. സ്വാമി മിക്കവാറും ഈ വീടുകളിലൊക്കെ വരും. അങ്ങനെ ഒരിക്കൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും, സ്വാമി വരണ്ടോ എന്നിങ്ങനെ കാത്തിരിക്കും. പ്രൊഫസർ കസ്തൂരിയുടെ വീട്ടിൽ സ്വാമി വന്നത് പുറകിലെ ഡോറിൽ കൂടിയാണ്. കസ്തൂരി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി വരണ്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏതോ 2 കൈകൾ, സുന്ദരമായ സോഫ്റ്റായ കൈകൾ കസ്തൂരിയുടെ കണ്ണ് പൊത്തിയിട്ട് ചോദിക്കുകയാണ്, ആരാ അറിയോ എന്ന് ചോദിക്കുകയാണ്. കസ്തൂരിക്ക് മനസ്സിലായി, സ്വാമിയെന്ന് മനസ്സിലായി. കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കസ്തൂരിയായിട്ട് കുറച്ച് നേരം സ്വാമി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കസ്തൂരിയുടെ ടേബിളുമേ കൊച്ചു കുട്ടികൾ, ഗ്രാൻഡ് സണ്ണൊക്കെ കളിക്കുന്ന ഒരു ടോയ് ആയിരിക്കും. കീ കൊടുത്താൽ ഇങ്ങനെ ചെണ്ട കൊട്ടുന്ന ഒരു ടോയ് കണ്ടിട്ടില്ലേ? ഇതിങ്ങനെ കൊട്ടും, ടപ്പ് ടപ്പ് ഇങ്ങനെ കൊട്ടും. അങ്ങനെ ഒരു ടോയ് ഇരിക്കുന്നുണ്ട്. സ്വാമി ആ ടോയെ കൈകൊണ്ട് തട്ടങ്ങട് തട്ടി. ടോയ് താഴെ വീണു. താഴെ കിടന്ന് കൊട്ടുകയാണ്. നിന്നെ ഞാൻ ഇതുപോലെ തട്ടുമെന്ന് പറഞ്ഞു. കസ്തൂരി ചിരിച്ചോണ്ട്, സ്വാമി എത്ര തട്ടിയാലും ശരി, ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. സ്വാമിക്ക് വേണ്ടി കൊട്ടിക്കൊണ്ടിരിക്കുമെന്ന് പറയാണ്. എവിടെ കിടന്നാലും ശരി, എൻ്റെ ഭഗവാന് വേണ്ടി ഞാനിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായാലും സ്വാമി പറയാറുണ്ട്, ഡിലേ, എന്തിനെങ്കിലും താമസം വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല അർത്ഥം. ഡിലേ ഈസ് നോട്ട് ഡിനയൽ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് കാത്തിരിക്കുക എന്നുള്ളത് സാധനയുടെ ഒരു ഭാഗമാണ്. വെയിറ്റിംഗ് ഈ സാധന എന്ന് സ്വാമി, കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ സാധനയാണെന്ന് ഭഗവാൻ പറയാറുണ്ട്. എന്ത് സംഭവിച്ചാലും ശരി, ഭഗവാന് വേണ്ടി ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നല്ല കസ്തൂരിയുടെ ഉറച്ച മനസ്സ്. അതാണ്, ആ വിശ്വാസമാണ് കസ്തൂരിയെ ഒരു റോൾ മോഡലാക്കിയിട്ട് നമ്മുടെ മുന്നിലേക്ക് സ്വാമി തന്നത്. അങ്ങനെ നമ്മുടെ ഭക്തി ശക്തിപ്പെടുത്താൻ, പ്രതിബന്ധങ്ങളെ സ്വാമിയുടെ അനുഗ്രഹം നമ്മുടെ കൂടെയുണ്ട്, ഭഗവാൻ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ കണ്ട് മുന്നോട്ട് പോകാൻ സ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീ.